നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഇന്ന് ഒരാണ്ട് തികയുന്നു. തമിഴക വെട്രിക്കഴകം, ഇതാണ് ആ പാർട്ടിയുടെ പേര്. ഈ പ്രതീക്ഷ ചലനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയുമെന്നാണ് വിജയിയുടെയും TVKയുടെയും പ്രതീക്ഷ. വർഷങ്ങൾക്ക് മുൻപ് ഇളയ ദളപതിയായി സ്ക്രീനിൽ ആവേശം നിറയ്ക്കുമ്പോഴേ വിജയ് രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. പിന്നീട് ആരാധകരും സിനിമാ ലോകവും ദളപതിയായി വിജയെ ഉയർത്തി. ഇതിനിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും താൻ രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന സൂചനകൾ വിജയ് നൽകി. ഒടുവിൽ കഴിഞ്ഞ വർഷം ഇതേ തീയതി തമിഴക വെട്രിക്കഴകവുമായി വിജയ് തൻ്റെ പൊളിറ്റിക്കൽ എൻട്രി നടത്തി. ആദ്യം പൊതുവെ ശാന്തനായിരുന്ന വിജയ് പതിയെ കളം പിടിച്ചു. TVKയുടെ കൊടിയും ചിഹ്നവുമൊക്കെ ട്രെൻഡായി മാറി. ഒപ്പം ആർക്കും രോമാഞ്ചമുണ്ടാക്കുന്ന മാസ് TVK ഗാനവും. പക്ഷേ വിജയുടെ ശരിക്കുള്ള പൊളിറ്റിക്കൽ ഷോ അപ്പോഴും തുടങ്ങിയിരുന്നില്ല. ഒക്ടോബർ 27-ന് അടിമുടി മാറിയ രാഷ്ട്രീയക്കാരനായി വിഴുപ്പുറത്തെ സമ്മേളന നഗരിയിൽ വിജയ് എത്തി. പെരിയാറെയും അംബേദ്കറെയും കാമരാജിനെയും വേലുനാച്ചിയാരെയും ഒപ്പം അഞ്ജലി അമ്മാളിനെയും തൻ്റെ വഴികാട്ടിയായി വിജയ് ഉയർത്തിക്കാട്ടി. BJPയെയും DMKയെയും കടന്നാക്രമിച്ചു. மக்கள் விரோத ஆட்சியை திராவிட மாடல் ஆட்சின்னு சொல்லி மக்களை ஏமாத்துறீங்க. திராவிட மாடல்னு சொல்லிக்கிட்டு தந்தை பெரியார் பேரறிஞர் அண்ணா பேரை வச்சு தமிழ்நாட்டை சுரண்டி கொள்ளையடிக்கிற ஒரு குடும்ப சுயநல கூட்டம் தான் நம்மளோட அடுத்த எதிரி, அரசியல் എതിരി. ഓരോ വിഷയങ്ങളിലും DMK സർക്കാരിനെ കടന്നാക്രമിച്ച് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരിടമുണ്ടാക്കി കഴിഞ്ഞു വിജയ്. ഒടുവിലത് കണ്ടത് പെരന്തൂരിലെ എയർപോർട്ട് വിരുദ്ധ പ്രതിഷേധ ഭൂമിയിൽ. വലിയ നേതാക്കൾ അധികമില്ലാത്ത പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് വിജയുടെ ഇപ്പോഴത്തെ ശ്രമം. കേഡർ സ്വഭാവമുള്ള പ്രവർത്തകരും DMK വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാനുള്ള സാഹചര്യവും നിലവിൽ TVKയ്ക്കുണ്ട്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയ്ക്ക് ഏറ്റവും അധികം വെല്ലുവിളിയാകുന്നത് വിജയ് തന്നെയാകും. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.